കോവിഡ് ഭീതി നിലനിൽക്കെ തന്നെ സംസ്ഥാനമാകെ ജനുവരി 4, 2021 അവസാന വർഷ ബിരുദ ക്ലാസുകളും ബിരുദാനന്തര ബിരുദ ക്ലാസുകൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 8:30 മേരിയൻ കോളേജ് കുട്ടിക്കാനത്തും ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ആമുഖ പ്രഭാഷണങ്ങളിൽ MCMS ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ പ്രൊഫസർ M. വിജയകുമാർ, HOD ഫാദർ സോബി തോമസ് കണ്ണാലിൽ, അധ്യാപകർ ആയ വിഷ്ണു വിജയകുമാർ, ഈപ്പൻ അലക്സാണ്ടർ, ഐശ്വര്യ പ്രദീപ്, സ്റ്റുഡിയോ കൺട്രോളർ ജോബി പേരാമ്പ്ര എന്നിവർ പങ്കെടുത്തു. രാവിലെ 8:30 മുതൽ ആരംഭിച്ച ക്ലാസുകൾ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് പങ്കെടുക്കുന്നത്. ഓൺലൈൻ ക്ലാസുകളുടെ വിരസതയിൽ നിന്നും ക്ലാസ് മുറികളിലേക്ക് വന്നപ്പോൾ തികഞ്ഞ സന്തോഷം കുട്ടികളുടെ മുഖത്ത് പ്രകടമായിരുന്നു. സാമൂഹിക അകലവും കോവിഡിൻ്റെ നിബന്ധനകളും കുട്ടികളിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും നേരിട്ട് ലഭിക്കുന്ന ക്ലാസുകളുടെ പ്രാധാന്യം വളരെ വലുതാണെന്ന് കുട്ടികൾ അഭിപ്രായപ്പെടുന്നു. This is a dream come true moment for us. We are finally able to meet our friends, teachers and classmates in person. Now we don't have to sit in front of screens for hours. ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഇനിയും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകരുതെന്ന് പ്രാർത്ഥനയിലാണ് വിദ്യാർത്ഥി സമൂഹം. ഓൺലൈൻ ക്ലാസ്സുകൾ ഞങ്ങൾക്ക് അല്പം വിരസമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. എന്നാൽ അത് നേരിട്ടുള്ള ക്ലാസ് മുറികളിലേക്ക് വന്നപ്പോൾ ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിട്ട് അനുഭവപ്പെട്ടു. സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് കുട്ടിക്കാനത്തെ കാലാവസ്ഥയാണ് ഏറെ ഇഷ്ടപ്പെട്ടത്. മേഘങ്ങളെ എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മെരിയനു ചുറ്റും ഇടതൂർന്ന് വളരുന്ന വൃക്ഷങ്ങൾ, അവയ്ക്കിടയിലൂടെ അരിച്ചെത്തുന്ന ഇളം തെന്നൽ പലർക്കും പുതിയ ഒരു അനുഭൂതിയാണ് ഉണ്ടാക്കിയത്. മാസങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അധ്യാപകരെയും സഹപാഠികളെയും നേരിൽ കാണുന്ന സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. കുട്ടിക്കാനത്തിൻ്റെ കുളിരും ശുദ്ധവായും ശ്വസിച്ച് വിദ്യാർത്ഥികൾ കലാലയത്തിലേക്ക് പ്രവേശിച്ചു. ഉച്ച കഴിഞ്ഞ് നടന്ന പ്രാക്ടീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകിയത് പ്രൊഫസർ M. വിജയകുമാർ ആണ്. തിയറിയിൽ നിന്നും പ്രാക്ടീസിലേക്കുള്ള ക്ലാസുകളാണ് ഉച്ച കഴിഞ്ഞ് നടന്നത്. അത് വളരെ ഫലപ്രദമാണെന്നാണ് മാധ്യമ പഠന വിദ്യാർത്ഥികൾ പറയുന്നത്. ലോകമെമ്പാടും നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കി ഒരു ചെറു വിശകലനമാണ് സാർ ഞങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അത് വളരെ ശ്രമകരമായ ഒരു വിഷയം തന്നെയായിരുന്നു. പക്ഷേ വളരെ ഇൻഫോർമേറ്റീവ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം കുട്ടികൾ അത് വളരെ ഒരു താല്പര്യത്തോടെ അത് ഏറ്റെടുക്കുകയായിരുന്നു. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള വാർത്താ ശേഖരണവും എഡിറ്റിംഗും വളരെ ആവേശകരമായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. സാധാരണ വർഷങ്ങളിലെ പോലെ തന്നെ ജൂൺ അവസാനത്തോടുകൂടി ആരംഭിക്കേണ്ടിയിരുന്ന ക്ലാസുകൾ കോവിഡ് മൂലം മാറ്റിവെക്കുകയുണ്ടായി. തുടർന്ന് സെപ്റ്റംബർ പകുതിയോടുകൂടിയാണ് ക്ലാസുകൾ ഓൺലൈനായി ആരംഭിച്ചിരുന്നത്. പുതുവത്സരത്തോടുകൂടി കുട്ടികൾ ക്യാമ്പസിൽ തിരിച്ചെത്തി പുതിയൊരു തുടക്കം കുറിച്ചിരിക്കുന്നു. പൂർണ്ണ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ടു പോകാൻ കഴിയുമെന്നും അതിനാൽ ക്ലാസുകൾ ഇതുപോലെ തന്നെ തുടരും എന്നും കോളേജ് അധികൃതർ പ്രതീക്ഷിക്കുന്നു. ആദ്യ ദിവസമായ ഇന്ന് തന്നെ പൂർണ്ണ ഹാജർ രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ എല്ലാവരും തന്നെ എത്തിച്ചേരുമെന്നാണ് ഡിപ്പാർട്ട്മെൻറ്റും സഹപാഠികളും പ്രതീക്ഷിക്കുന്നത്. പാർവതി പ്രസാദ്, മേരിയൻ ന്യൂസ്.